അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 തജ്വീദുൽ ഖുർആൻ വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2022 ക്വസ്റ്റ്യൻ പേപ്പർ. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ടിൻ്റെയും സെക്കൻഡ് പാർട്ടിൻ്റെയും എല്ലാ പാഠങ്ങളുടെയും തദ്രീബാത്ത് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആ പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 5 തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ അടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം, ശരിയുത്തരത്തിൻ്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. റായിനെ തർക്കീക്ക് ചെയ്യുന്നതിന് ഉദാഹരണം. ഓപ്ഷൻസ്: യഅറുജൂൻ, യഅരിഫൂൻ, യദ്റഊൻ. ശരിയുത്തരം രണ്ടാമത്തെ ഓപ്ഷൻ യഅരിഫൂൻ. ബാക്കിയുള്ള 2 ഓപ്ഷനിലും നാം റായിനെ തഫ്ഖീമാണ് ചെയ്തത്. അതിന് കാരണം എന്താണ്? ബാക്കിയുള്ള 2 ഉദാഹരണങ്ങളിലും റായിന് ലൊമ്മും ഫതഹുമാണ്. ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ മാത്രമാണ് റായിന് കസർ. മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തത്, ഹ ഉൽ അമീറിനെ നീട്ടി ഓതിയതിന് ഉദാഹരണം. ഓപ്ഷൻസ്: വഅംറുഹു ഇലല്ലാ, ലഹുൽ മുൽക്ക്, വഇലൈഹി തുർജഊൻ. ശരിയുത്തരം ഒന്നാമത്തെ ഓപ്ഷൻ വഅംറുഹു ഇലല്ലാ. 3. ഷംസിയായ അക്ഷരങ്ങളിൽ പെട്ടതാണ്. ഓപ്ഷൻസ്: ജീം ഹാ, ഫാ ഖാഫ്, താ സാ. ജീം ഹാ, ഫാ ഖാഫ് ഇതെല്ലാം ഖമറിയായ അക്ഷരങ്ങളാണ്. അപ്പോൾ ശരിയുത്തരം ഏതാണ്? മൂന്നാമത്തെ ഓപ്ഷൻ താ സാ. 4. പരിശുദ്ധ ഖുർആനിലെ എഴുത്ത് രീതി, അതായത് റസ്മുൽ ഉസ്മാനിയുടെ എഴുത്ത് രീതി. ഓപ്ഷൻസ്: ഇവിടെ യംഹുല്ല എന്നത് തന്നെ 3 രൂപത്തിൽ കൊടുത്തിരിക്കുന്നു. ഈ 3 രൂപങ്ങളിൽ ഏതാണ് റസ്മുൽ ഉസ്മാനിയുടെ ശരിയായ രൂപം? ശരിയുത്തരം രണ്ടാമത്തെ ഓപ്ഷൻ യംഹുല്ല. 5. മഖ്റജിലും സിഫത്തിലും ഒരേ ഇനത്തിൽപ്പെട്ട ഒരക്ഷരത്തെ മറ്റൊന്നിൽ ഇദ്ഗാം ചെയ്തു. ഓപ്ഷൻസ്: ഇർകം മഅനാ, ഇദ്ഹബ് ബികിതാബി, ഫസ്ഫഹ് അൻഹും. ശരിയുത്തരം രണ്ടാമത്തെ ഓപ്ഷൻ ഇദ്ഹബ് ബികിതാബി. 6. റുഹാഅൻ എന്നതിൽ നീട്ടാൻ ഉപയോഗിച്ച അലിഫിനെ ഓപ്ഷൻസ്: മണിക്കണം, തർക്കീക്ക് ചെയ്യണം, തഫ്ഖീം ചെയ്യണം. ശരിയുത്തരം തഫ്ഖീം ചെയ്യണം. അടുത്ത പ്രവർത്തനം, ചേരുംപടി ചേർക്കുക. 1. ഒരക്ഷരത്തെ ഒഴിവാക്കി. 2. ഒരക്ഷരത്തെ കൂടുതലാക്കി. 3. പകരം മറ്റൊരക്ഷരം എഴുതി. 4. പിരിച്ചെഴുതേണ്ടത് ചേർത്തി എഴുതി. 5. ചേർത്തെഴുതേണ്ടത് പിരിച്ചെഴുതി. ഇപ്പുറത്ത് നോക്കൂ. എ സക്കാത്ത്, ബി ഇൽയാസീൻ, സി ലികൈല, ഡി യാനൂഹ്, ഇ ലഅദ്ബഹന്ന. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 1. ഒരക്ഷരത്തെ ഒഴിവാക്കി. ശരിയുത്തരം ഡി യാനൂഹ്. 2. ഒരക്ഷരത്തെ കൂടുതലാക്കി. ശരിയുത്തരം എ ലഅദ്ബഹന്ന. 3. പകരം മറ്റൊരക്ഷരം എഴുതി. ശരിയുത്തരം എ സക്കാത്ത്. 4. പിരിച്ചെഴുതേണ്ടത് ചേർത്തി എഴുതി. ശരിയുത്തരം സി ലിക്കൈല. 5. ചേർത്തെഴുതേണ്ടത് പിരിച്ചെഴുതി. ശരിയുത്തരം ബി ഇൽയാസീൻ. DEACB. അടുത്ത പ്രവർത്തനം, വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. ജംഉൽ ഖുർആൻ നടന്നത് ഹിജ്റ ഡാഷ് വർഷത്തിലാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 12. ജംഉൽ ഖുർആൻ നടന്നത് ഹിജ്റ 12 വർഷത്തിലാണ്. 2. കസറുള്ള എല്ലാ റായിനെയും ഡാഷ് ചെയ്ത് ഉച്ചരിക്കണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് തർക്കീക്ക്. കസറുള്ള എല്ലാ റായിനെയും തർക്കീക്ക് ചെയ്ത് ഉച്ചരിക്കണം. 3. വശംസ് എന്നതിൽ
ഡാഷ് എന്നീ 2 അക്ഷരങ്ങളെ ഉച്ചരിക്കാൻ പാടില്ല. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് അലിഫ് ലാം. വശംസ് എന്നതിൽ അലിഫ് ലാം എന്നീ 2 അക്ഷരങ്ങളെ ഉച്ചരിക്കാൻ പാടില്ല. 4. തൊഴുജു എന്നതിൽ ഐനും ഡാഷും ഖമറിയായ ഹർഫുകളാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ജീമും. തൊഴുജു എന്നതിൽ ഐനും ജീമും ഖമറിയായ ഹർഫുകളാണ്. താറാവൊക്കെ ഷംസിയായ അക്ഷരങ്ങളാണ്. 5. സാക്കിനായ റായിന് മുമ്പ് ഡാഷ് യാ വന്നാൽ റായിനെ തർക്കിക് ചെയ്യണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സുക്കൂനുള്ള. സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ വന്നാൽ റായിനെ തർക്കിക് ചെയ്യണം. 6. വലാ ഉശ്രികു ബിഹി അഹദ എന്നതിൽ ഹായിനെ ഡാഷ് ഓതണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് നീട്ടി. അടുത്ത പ്രവർത്തനം, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 1. റസ്മുൽ ഉസ്മാനിയിലെ പ്രധാന നിയമങ്ങൾ എത്ര? ഉത്തരം 6. 2. ലൊലംതും എന്നതിൽ ഏത് അക്ഷരത്തെയാണ് ഇദ്ഗാം ചെയ്തത്? ഉത്തരം ലാ. 3. ഹ ഉൽ ലമീറിന് ശേഷം സുക്കൂനായാൽ ഹായിനെ നീട്ടേണ്ടതുണ്ടോ? ഉത്തരം ഇല്ല. 4. ഖാല ജാ ഇതിൽ അലിഫിനെ തഫ്ഖീം ചെയ്ത ഉദാഹരണം ഏത്? ഉത്തരം ഖാല. 5. ലുഹുർ എന്നതിൽ ഖമറിയായ അക്ഷരമേത്? ഉത്തരം ഹാ. 6. റായിനെ തർക്കിക് ആക്കുന്ന സ്ഥലങ്ങൾ എത്ര? ഉത്തരം 4. അടുത്ത പ്രവർത്തനം, ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 1. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ഹഫിന്റെ കോപ്പികൾ പകർത്തി വിതരണം ചെയ്യാനുണ്ടായ സാഹചര്യമെന്ത്? ഉത്തരം മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ഇസ്ലാം വിവിധ നാടുകളിൽ വ്യാപിക്കുകയും ചെയ്തത്. 2. ഇദ്ഗാം എന്നാൽ എന്ത്? ഉത്തരം സാക്കിനായ ഒരക്ഷരത്തെ ഹർക്കത്തുള്ള അക്ഷരത്തിൽ ഉൾപ്പെടുത്തി ശബ്ദ ചെയ്ത് ഒരക്ഷരമായി ഉച്ചരിക്കുന്നതാണ് ഇദ്ഗാം. 3. ഹ ഉൽ ലമീറിനെ നീട്ടി ഓതേണ്ടത് എപ്പോൾ? ഉത്തരം ഹ ഉൽ ലമീറുകൾക്ക് മുമ്പും ശേഷവും ഹർക്കത്തുണ്ടെങ്കിൽ അവയെ നീട്ടി ഓതണം. 4. അലിഫ് വാവ് യാ എന്നീ അക്ഷരങ്ങൾ തഫ്ഖീം ചെയ്ത് ഓതണം. എപ്പോൾ? ഉത്തരം തഫ്ഖീമിന്റെ ഹർഫുകളെ നീട്ടാനായി അലിഫ് വാവ് യാ എന്നിവ വരുമ്പോൾ അവയെ തഫ്ഖീം ചെയ്ത് ഓതണം. 5. ഖമറിയായ ഹർഫുകളുടെ പ്രത്യേകത എന്ത്? ഉത്തരം ഖമറിയായ അക്ഷരങ്ങൾക്ക് മുമ്പ് അലിഫ് ലാം വന്നാൽ വ്യക്തമായി ഉച്ചരിക്കണം. 6. ഷംസിയായ അക്ഷരങ്ങളിൽ 4 എണ്ണം എഴുതുക. ഉത്തരം താ, ദാല്, റാ, സീന്. 7. ഹിജ്ർ എന്നതിലെ റായിനെ തർക്കിക് ചെയ്യണം. കാരണമെന്ത്? ഉത്തരം സാക്കിനായ റായിന് മുമ്പുള്ളത് സുക്കൂനായ അക്ഷരവും അതിനു മുമ്പുള്ളതിന് കസറും വന്നതിനാൽ. അടുത്ത പ്രവർത്തനം, കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 1. ജംഉൽ ഖുർആൻ. അപ്പോൾ നോക്കൂ, അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സാന്നിധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം എഴുതപ്പെട്ടതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഖുർആൻ മനപ്പാടമുള്ള നിരവധി സ്വഹാബികൾ ഷഹീദായി. അപ്പോൾ ഖുർആൻ ഒരു മുസഹഫിലായി ക്രോഡീകരിക്കപ്പെട്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഹിജ്റ 12-ാം വർഷത്തിലായിരുന്നു ഇത്. പിന്നീട് മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ഇസ്ലാം വിവിധ നാടുകളിൽ വ്യാപിക്കുകയും ചെയ്തപ്പോൾ ഹിജ്റ 25-ാം വർഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് ഈ മുസഹഫിൻ്റെ പല കോപ്പികൾ പകർത്തി വിവിധ നാടുകളിൽ വിതരണം ചെയ്തു. കുറിപ്പെഴുതുക എന്നതിൽ രണ്ടാമത്തത് റസ്മുൽ ഉസ്മാനി. ഖുർആന്റെ ഭാഷ അറബിയിലാണെങ്കിലും സാധാരണ അറബി എഴുത്തിൻ്റെ പൊതു നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായാണ് ഖുർആനിലെ പല പദങ്ങളുടെയും എഴുത്ത്. ഈ എഴുത്ത് രീതിയാണ് റസ്മുൽ ഉസ്മാനി. റസ്മുൽ ഉസ്മാനിക്ക് വിരുദ്ധമായി ഖുർആൻ എഴുതാൻ പാടില്ല. റസ്മുൽ ഉസ്മാനിയിൽ പ്രധാനമായും 6 നിയമങ്ങളാണുള്ളത്. 1. അൽ ഹദ്ഫ്, അക്ഷരങ്ങൾ ഒഴിവാക്കൽ.
ചില പദങ്ങളിൽ നിന്ന് ചില അക്ഷരങ്ങൾ ഒഴിവാക്കിയാണ് ഖുർആനിൽ എഴുതിയിട്ടുള്ളത്. 2. അസ്സിയാദ, അക്ഷരങ്ങളെ കൂടുതലാക്കൽ. സാധാരണ എഴുത്തിൽ ആവശ്യമില്ലാത്ത അക്ഷരങ്ങളെ ചില പദങ്ങളിൽ എഴുതിയിട്ടുണ്ട്. 3. അൽ ബദൽ, ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവരൽ. 4. അൽ ഹംസ്, ഹംസിൻ്റെ വ്യത്യസ്തമായ എഴുത്തുരീതി. 5. അൽ വസ്ലു വൽ ഫസ്ൽ, അൽ വസ്ൽ എന്ന് പറഞ്ഞാൽ പിരിച്ചെഴുതേണ്ട കലിമത്തിനെ ചേർത്തെഴുതൽ. അൽ ഫസ്ൽ എന്ന് പറഞ്ഞാൽ ചേർത്തെഴുതേണ്ടതിനെ രണ്ടായി പിരിച്ചെഴുതുക. 6. മാ ഫീഹി ഖിറാഅത്താനി ഫകുതിബ ബിഇഹ്ദൈഹിമാ, അതായത് 2 വിധം ഖിറാഅത്തുള്ള പദങ്ങളെ ഒരു ഖിറാഅത്ത് പ്രകാരം എഴുതുക. ഈ വീഡിയോയിൽ നിങ്ങൾ കേട്ട ഓഡിയോ ക്ലിയർ ഇല്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. എനിക്ക് കുറച്ച് ദിവസമായി ചുമയും പനിയുമാണ്. പിന്നെ വായിച്ചതിൽ ഏതെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.